വണ്ടി എടുക്കാനുള്ള ആള് വണ്ടി വരുമ്പോൾ കൂടെ എൻ്റെ ചേട്ടനുണ്ട്. അകത്തോട്ട് കയറാൻ പോവുകയാണ്. നമ്മളെ വണ്ടി സെറ്റാക്കിയിട്ടുണ്ട്. തുണിവെക്കൽ ചടങ്ങൊക്കെ ഉണ്ട്. തുണിവെക്കാൻ പോണേ വന്നു ചേട്ടൻ വണ്ടിയിലെ തുണിവെക്കൽ ചടങ്ങ് ആണെങ്കിൽ തുണിവെക്കലാണ് പറയുന്നത്. ആരും തെറ്റിയിരിക്കില്ല. തുണി വെക്കാൻ പോകണം. റൂമിൽ പോണെന്ന് വീഡിയോ നോക്കുന്നത് വീഡിയോ ഓണാക്കില്ല. നമ്മുടെ വണ്ടി തുണി വെക്കാൻ തയ്യാറാക്കി ഇട്ടിക്കോ. ചേട്ടാ വണ്ടി എടുക്കാൻ പോണേൽ എന്താണ് അഭിപ്രായം? മന്ത്രിചേട്ടൻ പറയണത് നിങ്ങളാണ് വണ്ടി എടുക്കണേന്നാണ്. എനിക്കല്ല, അവനാണ് എടുക്കണത്. പക്ഷെ അവൻ ടയർ 6 മാസം കൊണ്ട് പുതിയ ടയറിന് കൊണ്ട് ഓർഡർ എടുത്തിട്ടാണ് വരാൻ കേട്ടാ. ഓക്കെ, നിങ്ങൾ മുഖം കാണില്ലേ? നെറ്റിയിലെ 2 കുരി ഞാൻ കണ്ട്. അപ്പം നെറ്റിയിലെ 2 കുരി ഞാൻ കണ്ട്. വീഡിയോ കാണിക്കേ. മുഖം കാണില്ലേ? ഇത് ഫുഡ് വാങ്ങിച്ചു നമ്മളെ പൊളിക്ക്. വണ്ടി എടുക്കാൻ പോണത് ചേട്ടൻ, ചെലവ് ചെയ്യണത് അതൊക്കെ എന്തായാലും ചെലവ് കിട്ടിയായി. ആര് ചെയ്താലും തുണിവെക്കൽ ചടങ്ങ് ആരംഭിക്കാൻ പോവുകയാണ്. നമുക്ക് തുണിവെക്കൽ ചടങ്ങിലോട്ട് കിടക്കാം. ആദ്യമായിട്ട് തുണി വെക്കുന്നതിന്റെ പേടിയാണ്. ടെൻഷൻ വേണ്ട, എൻ്റെ എന്തൊരു ആവശ്യമില്ല. എല്ലാം ചേട്ടാ ടെൻഷൻ. എന്ത് ടെൻഷൻ ഇല്ലേ? ഏത് ടെൻഷൻ? പെണ്ണ് കേട്ടോ ടെൻഷൻ. തുണിയൊക്കെ ഇട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എടുത്താൽ മതിയാ? കഴിഞ്ഞ വണ്ടി എടുത്തായി. ഇതാ പറയണേ. ഇങ്ങനെ വെട്ടം കുറവാണെന്ന് തോന്നുന്നു. താക്കോൽ കൈമാറിയിട്ടുണ്ട്. അല്ല, ഇത് വലിയ താക്കോൽ. ഇനി ചെറിയ താക്കോൽ കൊടുക്കും. വണ്ടിയുടെ ഒറിജിനൽ താക്കോൽ കൈമാറിയിട്ടുണ്ട്. ഇനി വന്നിട്ട് നമുക്ക് ഇത് കറക്കാം. എന്ത് പറയുന്നു നന്ദചേട്ടൻ്റെ ഈ നിമിഷത്തിൽ നിനക്ക് എന്താണ് പറയാനുള്ളത്? തുറന്ന് ഏറ്റവും പറ. ആദ്യമായിട്ട് തുണി വെക്കുന്നത് സൂപ്പറായിട്ട് പൊളിയായിരുന്നു. അടുത്ത് വെക്കാൻ പോണത് നമ്മൾ BMW. നമുക്കൊരു 5-6 മാസത്തിനകത്ത് വെച്ച് BMW പ്രതീക്ഷിക്കാൻ എന്നാണ് നന്ദിച്ചേട്ടൻ്റെ ആ ഒരു സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതൊരു ഗ്രാൻഡ് വ്ളോഗായിരിക്കും. ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് വീഡിയോ, ഗ്രാൻഡ് സെറ്റപ്പ് ആയിരിക്കും BMW ഇറക്കണം. അപ്പം നമ്മൾ ഗ്രാൻഡ് സെറ്റപ്പ് ചെയ്യണമല്ലോ. നമ്പറും പേരും കാര്യങ്ങളും അറിയാം, എടുക്കാനും പറ്റും. ഇതിൽ തന്നെ എടുക്കാൻ പറ്റും. ടച്ച് റണ്ണിങ് നമുക്ക് ഇപ്പൊ നിർത്തിയിട്ടുണ്ട്. ടച്ച് വർക്കാം. റണ്ണിങ്ങിൽ ടച്ച് വർക്കാവില്ല. അപ്പൊ ഇത് വഴിയാണ് കൺട്രോൾ ചെയ്യുന്നത്. പോകാൻ പറ്റും. അല്ല നമുക്ക് ചാർജ് തന്നെ കാണിച്ചിട്ടില്ലേ, അത് ഇതിൽ നമുക്ക് അറിയാൻ പറ്റും. ഇതിൽ ഓൾറെഡി സിം വരുന്നുണ്ട്. ഈ സിം അതുവഴി നമുക്ക് തന്നെ റേഞ്ചും കാര്യങ്ങളും അറിയാം. 3 വർഷം വരെ ഓഫറുണ്ട് ചാർജിന് ശേഷം. ഈ ഏതൊരു സ്പേസ് ഇതാണ് കാണിക്കുന്നത്. ഇപ്പൊ 2 നിലവിൽ ചാർജ് ഇട്ടിക്കൊണ്ടാണ്.
വണ്ടിയുടെ ഹെൽമെറ്റും കിട്ടി. ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കാൻ ഓനുണ്ട്. വണ്ടി 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 ഇറക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ഇറക്കി ഇറക്കി ഇറക്കി. ബൈ ബൈ. വണ്ടിയും കൊണ്ട് ഹെൽമെറ്റ് ഒന്നും വെക്കാതെ വണ്ടിയും കൊണ്ട് പോകാൻ പോണെന്നോ. ഹെൽമെറ്റ് ഹെൽമെറ്റ് വേണ്ടേ? എതിരിൽ നിന്നും വണ്ടി എടുത്ത് ഇനി ചെലവ് 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 ഡയറക്റ്റ് ചെലവല്ലേ. നമുക്ക് കണ്ണാടി ഒന്നല്ലേ അവന്റെ ഒരു ഗൈസ് വിളി പറഞ്ഞു തീർന്നില്ല. അതിന് മുന്നേ പോയി കണ്ണാടി നേരെ വെക്കണ ആയം പോലെ കൂട്ടിക്കൊണ്ടേക്കാൻ. ഇനി മനസ്സിലായല്ല, ഇതോടെ മനസ്സിലാക്കണം ഓരോ കാര്യങ്ങളും. സൗകര്യമുണ്ട് സൗകര്യം ചുമ്മാ അപരാധങ്ങൾ പറയാൻ. ടീച്ചറിന്റെ ചിലവിന്റെ ഭാഗമായി ഗുർജൻ മന്ദിയിൽ നമ്മൾ എത്തിക്കും. എന്തോ ആ സാധനം മൊത്തത്തിൽ കിട്ടിയാൽ ഇപ്പൊ തിന്നെന്നാണ് പറയണം. എന്തൊക്കെ പറയാനാണ് ഞാൻ വല്ലതും പറഞ്ഞ. ക്യാമറ ഓണാക്കാൻ ഞാൻ പറഞ്ഞു, ഇങ്ങനത്തെ ഉള്ളവന്മാരെ കൊണ്ട് നടക്കരുത്. അത് ഒരെണ്ണം മുഴുവനായിട്ട് വാങ്ങി കൊടുക്കാതെ. ഞാൻ ഇപ്പൊ നോക്കടാ ഫുള്ളായിട്ട് വാങ്ങണോ? ക്യാമറ ഓണാക്കണ ഏറ്റവും വലിയ നോക്കിക്കോട്ടെ. മന്തി വേണം. മന്തിക്കട വന്നിട്ട് മന്തി വേണം. വേറെ തരുന്നത് അൽഫാം കൊണ്ട് പൊറോട്ട ഒക്കെ ഉണ്ട്. ഒന്നുകൊണ്ടെങ്കിൽ ഞാൻ ചെയ്യില്ല. ഓരോരുത്തർക്കും ഓരോ മനസ്സിലാക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഇവിടെ നിന്ന് ജില്ലിക്കെട്ട് കഴിച്ചു. നിങ്ങളെ ഹാഫ് ജില്ലിക്കെട്ട് പറ. വേറെ അതൊക്കെ ഉള്ളതോ അതിനകത്തുള്ളതൊക്കെ കാണും. ഫുൾ ബ്രോസ്റ്റഡ് ബ്രോസ്റ്ററാ വേണ്ട. ബ്രോസ്റ്ററൊക്കെ മന്തി ഇട്ട് കഴിക്കണം. മന്തി മന്തി എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ട് പഠിക്കാൻ ചിലവല്ലേ പൈസ ബീഫ് മന്തി ഒരിക്കലും നമ്മൾ വാങ്ങിച്ച് ഓർമ്മ വേണ്ട. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോയി തികയാതെ വന്നു. സുൽത്താൻ ഇവിടെ സുൽത്താൻ സുൽത്താൻ ഇതിലുണ്ടോ? സുൽത്താൻ കാണിച്ചു തരാൻ. സുൽത്താൻ മന്തി മന്തിച്ചേട്ടൻ നമുക്ക് വേണ്ടി ഓർഡർ ചെയ്ത് തന്നത് സുൽത്താൻ മന്തി. അതെ, അത് മന്തി കിട്ടും. ഇടുക്കിയില്ലെങ്കിൽ പൈസ നന്ദിച്ച് ചേട്ടൻ കൊടുക്കും. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്? സമ്മതിക്കില്ല. മന്തി കിട്ടും. ഇല്ലെങ്കിൽ എങ്ങനെ ഇടുക്കിയില്ലെങ്കിൽ ഞാൻ കൊടുക്കും. വേദികൾ നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഈ സുൽത്താൻ മന്തി കഴിച്ചതിന് ശേഷം ആര് ബില്ല് പേ ചെയ്യും എന്നുള്ളത് കാണാം. മന്തി സുൽത്താൻ മന്തി കഴിച്ചോ? ഞാൻ പറഞ്ഞതാണ്. പോരാ. പറഞ്ഞ പോലെ ചേട്ടൻ പറഞ്ഞ മന്തി കൊള്ളായിരുന്നു. മന്തി കിടില. ഞാൻ ചേട്ടൻ കൊടുത്തു. ഞാനും അഭിയും തിന്നു. അതെ, ഞാനും ഉണ്ണിയും തിന്നു. ഇനി എങ്ങോട്ടാണ്? ഇനി അങ്ങോട്ട് അടുത്ത ജോബ് ടയർ എടുക്കൽ. കാറിന്റെ ടയർ വാങ്ങിക്കണം. അപ്പോ വണ്ടി എടുത്തു, ചെലവും കഴിഞ്ഞു. വീട്ടിലെ കാറിനിടാൻ വേണ്ടി 2 ടയർ വാങ്ങിക്കാനാണ് നന്ദുചേട്ടൻ വന്നത്. അതും വാങ്ങി. ഇനി വേറെ പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. ഇനി നേരെ വീട്ടിലോട്ടാണ്. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ഫുൾ വ്ലോഗാണ്.
നിങ്ങളെ കാണണം, അഭിപ്രായം പറയണം, കുറ്റങ്ങളും കുറവുകളൊക്കെ കാണും, ഞാൻ അതിൻ്റെ ശരിയാക്കും. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടിനല്ലേ എനിക്ക് ശരിയാക്കാൻ പറ്റൂ. സപ്പോർട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ബൈ.